ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. സ്തോത്രം. എൻ്റെ പപ്പ അതിസാമർഥ്യമായ ഒരു പട്ടാളക്കാരനായിരുന്നു. എൻ്റെ പപ്പ, എൻ്റെ പപ്പയുടെ അവസാന സമയമൊക്കെ വരുമ്പോൾ എൻ്റെ പപ്പ ഭയങ്കര അവശതയിലായി, മരണത്തിനോട് അടുക്കുന്ന സമയം. അത് ഞങ്ങൾ ലീവിന് വരുമ്പോൾ എൻ്റെ പപ്പ ഒരു റൂമിൻ്റെ അകത്തുണ്ട്, പിച്ചും പെയ്യും ഒക്കെ പറയുകയാണ്. ഞാൻ എൻ്റെ പപ്പ ഇങ്ങനെ നോക്കിയിരുന്നു. ഞാൻ ഇതിനകത്തൊരു കാര്യം പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഉലകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ പപ്പയാണ്. അന്നും ഇന്നും നിങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞങ്ങൾ തമ്മിൽ വാക്കുവ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മദ്യവെച്ച് വീട്ടിൽ വരുമ്പോൾ ഞാൻ വഴക്ക് പറയുമായിരുന്നു. എന്നാലും എൻ്റെ പ്രാണനായിരുന്നു എൻ്റെ പപ്പ. അപ്പൊ പപ്പ അവസാന ഘട്ടത്തിലോട്ട് വന്ന് പിച്ചും പെയ്യൊക്കെ പറഞ്ഞ് വളരെ ശോഷിച്ചൊരു മനുഷ്യനായി മാറിയപ്പോൾ എൻ്റെ പപ്പായ്ക്ക് ടോയ്ലറ്റിൽ പോകണം. ഞാൻ എൻ്റെ പപ്പയുടെ കരുത്തെ പിടിച്ചു. അപ്പോഴൊക്കെ പപ്പ കുതിറുകയാണ്. ആർക്കും അടിമപ്പെടുന്ന ഒരു മനുഷ്യനല്ല. ഞാൻ ബലാത്കാരമായിട്ട് കരം പിടിച്ച് ബാത്റൂമിൻ്റെ അകത്ത് കൊണ്ടുവന്നു. അവിടെ ചെന്ന് ഇരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ പപ്പയുടെ കയ്യിൽ അഴിഞ്ഞുപോയി. വീരശൂര പരാക്രമിയായ എൻ്റെ പപ്പ നിലത്തഴിഞ്ഞു വീണ ലുങ്കി എടുത്തു കൊടുക്കാൻ പറ്റാതെ എൻ്റെ പപ്പയുടെ നഗ്നത കണ്ട മോൻ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ പപ്പയുടെ മുഖം ഭയങ്കരമായി ലജ്ജ കൊണ്ട് എൻ്റെ പപ്പ വികൃതമായി പോകുന്ന ഞാൻ കണ്ടു. എൻ്റെ മുമ്പിൽ എൻ്റെ പപ്പ നഗ്നമായിട്ട് നിൽക്കുകയാണ്. ആ കയ്യിലെടുത്തു കൊടുക്കാൻ എൻ്റെ പപ്പയ്ക്ക് കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, പപ്പ സാരമില്ല. ഞാൻ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തി. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് അവിടെ നിന്ന് എഴുന്നേക്കണം. ഞാൻ വെള്ളം ഒഴിച്ച് എൻ്റെ പപ്പയ്ക്ക് കഴുകി കൊടുക്കുമ്പോൾ എൻ്റെ പപ്പ എൻ്റെ വയറിലോട്ട് മുഖം ചേർത്ത് വെച്ചു. കാരണം എൻ്റെ പപ്പയെ അപേക്ഷിച്ച് ആർക്കും കീഴ്പ്പെടാത്തൊരു മനുഷ്യനാണ്. സ്വന്തം മകന്റെ മുകളിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിർവീര്യനായി നിൽക്കുന്ന എൻ്റെ പപ്പ. ഞാൻ പറഞ്ഞു, അന്നേരം ഞാൻ എൻ്റെ പപ്പയെ മാത്രമല്ല അവിടെ ഞാൻ എഴുന്നേപ്പിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, പപ്പ സാരമില്ല, ഞാനല്ലയോ സാരമില്ല. അത് പറഞ്ഞ് ആ കയ്യിലെടുത്ത് ഉടുപ്പിച്ച് കട്ടിൽ കൊണ്ട് കിടത്തി. യേശു പറയുന്നു, പത്രോസേ, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നിനക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തു, നിനക്കിഷ്ടമുള്ളിടത്തൊക്കെ നടന്നു. പക്ഷേ നീ വൃദ്ധനാകുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്നേരം മറ്റൊരുവൻ നിന്റെ കരത്തിൽ പിടിക്കും. എന്നിട്ട് നിയന്ത്രണം മുഴുവൻ അവന്റെ കരത്തിലായിരിക്കും. അവൻ നിന്നെ ഇഷ്ടമില്ലാത്തടത്ത് ഓടി പിടിച്ചുകൊണ്ട് പോകും. കഴിഞ്ഞ ദിവസം ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഓടി വന്നത് ഇതാ, എൻ്റെ പപ്പയുടെ അവശമായ ആ മുഖഭാവവും എന്താണത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. സ്തോത്രം. പക്ഷേ എൻ്റെ പപ്പ വൃദ്ധനായപ്പോൾ പപ്പയുടെ കരത്തിൽ കയറി പിടിച്ച എൻ്റെ കയ്യിലാണ് പപ്പയുടെ കൺട്രോൾ. ഇവിടെ പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, നീ ബാല്യക്കാരനായിരുന്നപ്പോൾ നീ അരകത്തി നിനക്കിഷ്ടമുള്ളിടത്തൊക്കെ പോയി. എന്നാൽ നീ വൃദ്ധനായ ശേഷമോ മറ്റൊരുവൻ നിന്റെ കരത്തിൽ പിടിക്കും. എന്താണ് ദൈവം ഉദ്ദേശം എന്നറിയാമോ? പാകപ്പെട്ട ആത്മീയ ജീവിതവും പക്വതയുടെ ശുശ്രൂഷയും വെളിപ്പെടുമ്പോഴാണ് നീ ആത്മീയ ജീവിതത്തിൽ വൃദ്ധനാകുന്നത്. ഞാൻ പറഞ്ഞു കേട്ടോ? ഒന്ന് ചെവി തുറന്ന് കേട്ടോണേ. ഒരു മനുഷ്യൻ ആത്മീയ ജീവിതത്തിൽ അവന് പക്വതയുണ്ടാകുന്നത്, അവൻ വൃദ്ധനാകുന്നത്, പാകപ്പെട്ട ഒരു ആത്മീയ ജീവിതം നിന്നിൽ വെളിപ്പെട്ട് വരും. എന്നിട്ട് പക്വതയുടെ ഒരു ശുശ്രൂഷ വെളിപ്പെട്ട് വരും. ഇത് രണ്ടും ചേർന്ന് വരുന്നവനാണ് വൃദ്ധനായ ഒരു ആത്മീകൻ. സ്തോത്രം. പത്രോസിനോട് പറയാ, പത്രോസേ, ഇന്നലെ വരെ, ഈ നിമിഷം വരെ നിനക്കിഷ്ടമുള്ളത് നീ ചെയ്തു. 3.5 വർഷക്കാലം എന്റെ കൂടെ ആയിട്ടും യൗവനക്കാരനായ നീ എന്റെ വാക്ക് കേൾക്കാതെ നിനക്കിഷ്ടമുള്ള ചെയ്തു. എന്നാൽ നീ വൃദ്ധനായ ശേഷമോ മറ്റൊരുവൻ നിന്റെ കരത്തിൽ പിടിക്കും പത്രോസേ എന്ന് പറഞ്ഞാൽ, ഇന്ന് പാൽക്കാലം ഇത് ഞാൻ പറഞ്ഞു നിർത്തുമ്പോൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കണം. നിന്റെ കരത്തിൽ മറ്റൊരുവൻ വന്ന് പിടിക്കുന്ന നിമിഷം അത് ആരാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ്. പാകപ്പെട്ട ആത്മീയ ജീവിതം നയിക്കുന്ന ഒരുവനെ, പക്വതയുള്ള ശുശ്രൂഷ നടത്തി ആത്മീയ ജീവിതത്തിൽ വൃദ്ധനാകുന്ന ഒരു മനുഷ്യന്റെ കരത്തിൽ കയറി പിടിക്കുന്നവർ പരിശുദ്ധാത്മാവത്രേ.
അങ്ങനെയെങ്കിൽ പത്രോസേ, പരിശുദ്ധാത്മാവ് നിന്റെ കരത്തിൽ പിടിക്കാൻ സമയമായി. എന്നിട്ട് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് ഓടാൻ പറ്റത്തില്ല. നിന്റെ കരത്തിൽ പിടിക്കുന്നവൻ നിനക്ക് ഇഷ്ടമില്ലാത്തടത്തൊക്കെ നിന്നെ പിടിച്ചു കൊണ്ടുപോകും. എത്ര പേർക്ക് എൻ്റെ കൂടെ കയറി വരാൻ പറ്റുന്നുണ്ട്? ഒരു സാധാരണ വിശ്വാസിയായിട്ട് ജീവിക്കല്ലേ, പക്വതയുള്ളൊരു വിശ്വാസിയായി പരിശുദ്ധാത്മാവ് കരത്തിൽ പിടിച്ച് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരുവന്റെ കരത്തിൽ പിടിച്ചാൽ പിന്നെ എന്റെ ഇഷ്ടമല്ല നടക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമേ നടക്കൂ. സ്തോത്രം. ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് ഭാരപ്പെട്ട് വീട്ടിൽ വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ കരത്തിൽ പിടിച്ചിട്ട് പറയും, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. കണ്ടോ, എന്റെ ഇഷ്ടം ഉറങ്ങണമെന്നോ, എന്നാൽ കരുത്തിൽ പിടിച്ച പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഉറങ്ങണ്ട, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്ക്. അതേ പത്രോസേ, ഒരുവൻ നിന്റെ കരുത്തിൽ പിടിച്ചാൽ പിന്നെ നിന്റെ ഇഷ്ടമല്ല നടക്കുന്നത്, ആ കരം പിടിച്ച പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമത്രേ നടക്കുന്നത്. അങ്ങനെ ഒരു തലം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ, പരിശുദ്ധാത്മാവ് കരത്തിൽ പിടിച്ച് നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി നടത്തുന്ന ഒരു അനുഭവം, പരിശുദ്ധാത്മാവ് കരം പിടിച്ച് ശുശ്രൂഷിപ്പിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. സ്തോത്രം. കണ്ടോ, പിതാവായ ദൈവത്തിന്റെ ഹിതം പത്രോസിലുള്ളത് യേശു മനസ്സിലാക്കിയപ്പോൾ മൂന്നാമത്തെ നിർണായകരമായ കാഴ്ചയിൽ ആ കടപ്പുറത്ത് വെച്ച് യേശു അവനോട് പറയുകയാണ്, മറ്റൊരുവൻ നിന്റെ കരത്തിൽ പിടിക്കും, നീ വൃദ്ധനായി മാറും. സ്തോത്രം. അതിനെന്താ ചെയ്തെന്നറിയാമോ? യേശു പറഞ്ഞു, പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം. ആമേൻ. പത്രോസ് ചാടി മാളിക മുറിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങി. കരത്തിൽ പിടിക്കുമെന്ന്, മറ്റൊരുവൻ കരത്തിൽ പിടിക്കുമെന്ന് പറഞ്ഞാൽ അവനെ ഇറക്കി കൊടുക്കുവാനോ എന്റെ യേശു മതിയായ ദൈവമാ. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ച്, യേശു ചുമ്മാ വാക്ക് പറഞ്ഞിട്ട് പോകുന്നവനല്ല. മറ്റൊരുവൻ നിന്റെ കരത്തിൽ പിടിക്കുമെന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധാത്മാവിനെ തന്നിട്ട് പോകാൻ കപ്പാസിറ്റി ഉള്ളവനാണ് യേശു. ഈ ദൂതുമൊക്കെ കഴിഞ്ഞിട്ട് പത്രോസിനോട് പറഞ്ഞു, നിങ്ങളെ കാത്തിരിക്ക. പത്രോസ് കാത്തിരുന്നു. തീയങ്ങിറങ്ങി പരിശുദ്ധാത്മാവിനെ കയ്യെ പിടിച്ചു. സ്തോത്രം. മാളികയ്ക്കകത്തോട്ട് കടന്നുപോയത് ഒറ്റയ്ക്കാണെങ്കിലും ഇറങ്ങി വന്നപ്പോൾ പത്രോസിനെ നിയന്ത്രിച്ചുകൊണ്ട് വരുന്നത് പരിശുദ്ധാത്മാവ്. അത് ആത്മാവിലെന്ന് കണ്ടേ. മർക്കോസിന്റെ മാളികയിൽ നിന്ന് പരിശുദ്ധാത്മാവ് കരങ്ങളിൽ പിടിക്കപ്പെട്ടവനായി ഇതാ പത്രോസ് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ കാഴ്ചപ്പാടിൽ, ഈ ഒരു കണ്ടുമുട്ടലിൽ പത്രോസിന്റെ ജീവിത നിലവാരം മാറുകയാണ്. അവന്റെ ആത്മീക മണ്ഡലത്തിനകത്ത് പുതിയ ചിലത് തുറന്നു വരികയാണ്. പിതാവ് കൊടുത്ത ദൗത്യം ഇവിടെ വെളിപ്പെട്ടു വരികയാണ്. പരിശുദ്ധാത്മാവിനെ കരങ്ങളിൽ കൊടുത്തു. സ്തോത്രം. എന്നിട്ട് ഇതറിയാവുന്ന പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞു, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റും. സ്തോത്രം. പരിശുദ്ധാത്മാവ് കരത്തിൽ പിടിച്ചിട്ട് കൊണ്ടിറക്കി നിർത്തി. എവിടെയെന്നറിയാമോ? ഇന്നലെ വരെ പത്രോസ് ഭയപ്പെട്ടു നിന്ന യഹൂദന്മാരുടെ മധ്യത്തിലോട്ട് കൊണ്ടു നിർത്തിയിട്ട് ഒരൊറ്റ പ്രസംഗം 3000 എണ്ണം സ്നാനപ്പെട്ട് കരകയറി. പിതാവായ ദൈവത്തിന്റെ സ്വപ്നമാ പത്രോസേ, നീ മനുഷ്യനെ പിടിക്കുന്നവനാകണമെന്ന്. അങ്ങനെയെങ്കിൽ നിന്നെ കൊണ്ട് മനുഷ്യനെ പിടിപ്പിക്കുന്നവനാക്കുവാൻ എന്റെ യേശുവിന് കഴിയോ. ഇന്ന് പാൽക്കാലം അത് വിശ്വസിക്കുന്നവർ നിന്റെ മുകളിൽ കിടക്കുന്ന ദൈവഗീതം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തി തരുവാൻ മതിയായ ഒരു യേശു ഇതിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ചേർത്തടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ.